നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. ജോലിക്ക് ഹാജരായ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പണിമുടക്ക് അനുകൂലികളുടെ മർദ്ദനം. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. പഞ്ചായത്ത് ഓഫീസിൽ കയറിയായിരുന്നു മർദ്ദനം. മർദ്ദനമേറ്റ മനോജിനെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പണിമുടക്ക് ദിനത്തിൽ കണ്ണൂർ ആലക്കോട് ടൗണിൽ തുറന്ന കാനറ ബാങ്ക് സമരാനുകൂലികൾ അടപ്പിച്ചു. രാവിലെ തുറന്ന ബാങ്കിൽ മാനേജർ ഉൾപ്പെടെ 4 ജീവനക്കാർ ജോലിക്കെത്തി. ഇതറിഞ്ഞെത്തിയ സമരാനുകൂലികൾ അടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഓഡിറ്റിംഗിന് ആവശ്യമായ ക്രമീകരണങ്ങൾക്കായാണ് ബാങ്ക് തുറന്നതെന്ന് മാനേജർ പറഞ്ഞെങ്കിലും സമരക്കാർ സമ്മതിച്ചില്ല. തിരുവനന്തപുരം മംഗലപുരത്ത് പണിമുടക്കിനിടെ പെട്രോൾ പമ്പിന് നേരെ ആക്രമണമുണ്ടായി. പണിമുടക്ക് അനുകൂലികളുടെ കല്ലേറിൽ ഓഫീസിന്റെ ചില്ലുകൾ തകർന്നു. ആനന്ദം ഫ്യൂവൽസിന് നേരെ ആയിരുന്നു ആക്രമണം. പമ്പ് പ്രവർത്തിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിയെന്നും തുടർന്നായിരുന്നു അതിക്രമമെന്നും ജീവനക്കാരി പറഞ്ഞു. കാസർഗോഡ് ദേശീയപാതയിലടക്കം വാഹനം തടയലും സംഘർഷവും. യാത്രക്കാരുമായി സമരാനുകൂലികൾ വാക്കുതർക്കത്തിലേർപ്പെട്ടു. ചില വാഹനങ്ങളുടെ താക്കോൽ ഊരാൻ സമരാനുകൂലികൾ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പോസ്റ്റ് ഓഫീസിൽ കയറി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് സമരാനുകൂലികൾ ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികൾ ഉൾപ്പെടെ ദേശീയപാതയിൽ തടഞ്ഞു. മലപ്പുറം അങ്ങാടിപ്പുറത്തും തിരൂരിലും അതിക്രമം ഉണ്ടായി. തിരൂരിൽ രോഗിയുമായി ജില്ലാ ആശുപത്രിയിലേക്ക് പോയ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചു. തിരൂർ മുത്തൂർ മങ്ങാട്ട് യാസിറിനാണ് മർദ്ദനമേറ്റത്. അങ്ങാടിപ്പുറത്ത് പ്രകടനം നടക്കുന്നതിനിടെ കാറിലെത്തിയവരെ സമരക്കാർ തടഞ്ഞു. പ്രതിഷേധം ഫോണിൽ പകർത്തിയയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചുവച്ചു. ഞാൻ എൻ്റെ സ്നേഹിതൻ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്നേഹിതനായിട്ട് വന്നതാണ്. അപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൽ വെച്ചിട്ട് ഒരു 25ഓളം ആളുകൾ, പിന്നെ STUവിൻ്റെ റാഫി, CITUവിൻ്റെ രഞ്ജിത്ത്, ഇവർ രണ്ടാളും കൂട്ടി റോട്ടിലേക്ക് എന്നെ വണ്ടിയിൽ നിന്ന് വലിച്ചിട്ടിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് പട്ടികളടിക്കണ മാതിരി നിലത്തേക്ക് തള്ളിയിട്ടിട്ട് നിലത്തിട്ട് ചവിട്ട് ചെയ്യുന്ന ഒരു 10-200 ആളുകൾ അവിടെ നോക്കിയിട്ടുണ്ട്. ഗേറ്റിങ്ങിൽ 200 ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അതിന് മുന്നിൽ നിങ്ങൾക്ക് സംശയം CCTV ഒക്കെ ഉള്ളതാണ്. അവിടെ നിലത്തിട്ടിട്ട് തല്ലിയിട്ട് തലയടിച്ച് വീണ് തലക്കടിച്ച് മൂക്കിലടിച്ചിട്ട് മൂക്കിന്ന് ബ്ലഡൊക്കെ വന്നു, വായന്ന് ബ്ലഡ് വന്നു. പാറശാല ദേശീയപാതയിൽ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞു. കാട്ടാക്കടയിൽ സമരാനുകൂലികൾ റോഡിന് കുറുകെ കസേരകൾ നിരത്തിയിട്ട് മാർഗതടസ്സം സൃഷ്ടിച്ചു. ഇരുചക്ര വാഹന യാത്രക്കാരെ ഉൾപ്പെടെ തടഞ്ഞത് നേരിയ സംഘർഷാവസ്ഥയുണ്ടാക്കി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. എടവണ്ണപ്പാറയിൽ കടകൾ അടപ്പിച്ച പണിമുടക്ക് അനുകൂലികൾ. രാവിലെ തുറന്ന നിരവധി കടകളാണ് സമരക്കാരെത്തി അടപ്പിച്ചത്. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു കടയടപ്പിക്കൽ. വെഞ്ഞാറമൂട്ടിൽ CPM CPI പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കാണെങ്കിലും വെഞ്ഞാറമൂട്ടിൽ CPMഉം CPIയും വെവ്വേറെയാണ് പ്രകടനം നടത്തിയത്. പ്രത്യേകം പന്തൽ കെട്ടിയാണ് CPI പണിമുടക്കിൽ പങ്കെടുത്തത്. CPIയുടെ നേതൃത്വത്തിൽ പ്രകടനം CPM പന്തലിന് സമീപം എത്തിയപ്പോഴായിരുന്നു ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. തുടർന്ന് പോലീസ് ഇടപെടുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിയ 49 ഗ്രാം MDMAയുമായി യുവാവ് പട്ടാമ്പിയിൽ അറസ്റ്റിൽ. വിപണിയിൽ 8 ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പിടിച്ചത്. പട്ടാമ്പി എക്സൈസ് സംഘം കൊപ്പത്ത് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. തെക്കുമല സ്വദേശി അഷ്റഫ് അലിയാണ് അറസ്റ്റ് ചെയ്തത്. കൊപ്പം പുലാമന്തോൾ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. പാലക്കാട് ജില്ലയിൽ ഇതുവരെ പിടികൂടിയതിൽ വെച്ച് ഏറ്റവും വലിയ അളവ് MDMA വേട്ടയാണ് ഇത്. അഷ്റഫ് അലി എന്ന ആളുടെ കയ്യിൽ നിന്ന് 49 ഗ്രാം MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് കണ്ടെത്തുകയുണ്ടായി. രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു 4-5 ദിവസമായി
ഇയാളെ ഫോളോ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിക്കൊടുന്നതാണ് ഈ സാധനം എന്നാണ് ഇവിടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനി കാസർഗോഡ് പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്നും എത്തിക്കുന്ന MDMA ഉൾപ്പെടെ ജില്ലയിൽ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയായ വിദ്യാനഗർ സ്വദേശി ഷാനിബാനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം നായന്മാർ മൂലയിൽ നിന്നും MDMAയുമായി പിടിയിലായ അബ്ദുൾ മുനവർ എന്നയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. കാസർഗോഡ് ഡിവൈഎസ്പി P. ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തകർന്നു വീണു. പണിമുടക്ക് ദിവസം ജീവനക്കാർ ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. 1955 പ്രവർത്തനം ആരംഭിച്ച ഓടിട്ട കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. കഴക്കൂട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ഓഫീസിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് ഈ ഭാഗത്തെ ഓഫീസ് മാറ്റി ക്രമീകരിച്ചിരുന്നു. പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനം ആഗ്രഹിക്കാത്ത ചില തൽപര കക്ഷികൾ കോടതിയെ സമീപിക്കുകയും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേ വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ കേസിൽ ബ്ലോക്ക് പഞ്ചായത്തിനെ കക്ഷിയായിട്ട് പോലും ചേർത്തിട്ടില്ല. ഞങ്ങൾക്ക് കക്ഷി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഞങ്ങൾ അപ്പീലുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും കേസിൻ്റെ നടപടികൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച തുകയുടെ ഭാവി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കകളാണുള്ളത്. കണ്ണൂർ പാനൂരിൽ അതിഥി തൊഴിലാളിയെ റോഡരികിൽ രക്തം വാർന്ന മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശി രത്തൻ വിശ്വാസിനെയാണ് താമസ സ്ഥലത്തിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ആഴ്ച മുൻപാണ് മകനോടൊപ്പം രത്തൻ വിശ്വാസ് ഇവിടെ താമസം തുടങ്ങിയത്. കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്നും കാൽ വഴുതി വീണു എന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൂന്നാറിലെ ഹൈഡൽ പാർക്ക് നിർമ്മാണത്തിന് അനുമതി നിഷേധിച്ച റവന്യൂ വകുപ്പിന്റെ നടപടി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് KV ശശി. NOC നൽകുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ കോടതി അറിയിക്കാനാണ് ഉത്തരവിലുള്ളത്. എന്നാൽ NOC നിഷേധിച്ച് ഉത്തരവിറങ്ങിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കാണ് പഴയ മൂന്നാറിലെ KSEBയുടെ സ്ഥലത്ത് ഹൈഡൽ പാർക്ക് പണിയുന്നത്. അദ്ദേഹം എടുത്ത തീരുമാനം നിർഭാഗ്യകരമാണ്. അതിന് ഞങ്ങൾ കോടതിയിൽ ചലഞ്ച് ചെയ്യും. 31-നാണ് കോടതി ഇത് സംബന്ധിച്ച് അടുത്ത ഡേറ്റ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് 31-നാണ്. കോടതിയിൽ ഞങ്ങൾ അദ്ദേഹം ഈ NOC കൊടുക്കാൻ പാടില്ല എന്ന നിലപാടിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നാട്ടുവർത്തമാനം തുടരുന്നു. മൂന്നാറിന്റെ സമഗ്ര വികസനത്തിന് വേഗം പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അനുമതി ലഭിച്ചതായി A. രാജ MLA. അടിമാലി താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി 12.41 കോടി രൂപ അനുവദിച്ചു. മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ, വട്ടയാർ കല്ലാർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവയുടെ നവീകരണത്തിനായി 1 കോടി വീതം നൽകും. അടിമാലി താലൂക്ക് ആശുപത്രി കെട്ടിടം പണിയാൻ 10 കോടിയും ഇടമലക്കുടിയുടെ വികസനത്തിനായി 15 കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിവിധ റോഡുകൾക്കും അനുമതി ലഭിച്ചെന്ന് MLA പറഞ്ഞു. ഈ 2022-23 ബഡ്ജറ്റിലെ 20 പ്രവൃത്തികൾക്ക് ബഡ്ജറ്റിലെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതിലൊരെണ്ണം അടിമാലി താലൂക്ക് ആശുപത്രിക്ക് സ്ഥലം വാങ്ങിക്കുന്നതിനും അതുപോലെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി 10 കോടി രൂപ സർക്കാർ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത് ഇടമലക്കുടിയിൽ നിലവിൽ നടക്കുന്ന വർക്കുകൾക്ക് പുറമെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് 15 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. കാടിറങ്ങുന്ന വന്യത. പട്ടാപ്പകലും കാട്ടുപന്നി ആക്രമണ ഭീതിയിൽ വടകര കൊളത്തൂർ പ്രദേശം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 2 സ്ത്രീകൾക്കാണ് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പട്ടാപ്പകലും ആക്രമണം പതിവായതോടെ വനംവകുപ്പ് ഇടപെടലുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടുപന്നി ആക്രമണത്തിൽ കൊളത്തൂർ പുത്തൻപുരയിൽ സുമ, മാണിയോത്ത് നാരായണി എന്നിവർക്കാണ് പരിക്കേറ്റത്. സുമയെ കുത്തിവീഴ്ത്തിയ ശേഷം നാരായണിയെ ഓടിക്കുകയായിരുന്നു. വീണ് പരിക്കേറ്റ നാരായണിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വല്യാപ്പള്ളി വലിയ മലയിൽ നിന്നിറങ്ങിയ കാട്ടുപന്നിയാണ് ആക്രമിച്ചത്.
കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ കൊമ്പിൻ്റെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് ഉന്തുമ്പോൾ എന്നെ തട്ടിത്തെറിപ്പിച്ച് അപ്പുറത്തേക്ക് വീണ് ഞാൻ. ആടുന്ന് എണീറ്റ് നോക്കുമ്പോഴേക്ക് നാരായണീച്ചിനെ തട്ടി മറിഞ്ഞ് വീണ് അവരെ ചവിട്ടിയിട്ട് അങ്ങ് ഓടിപ്പോയതാണ് കണ്ടത്. ഈ ആക്രമണത്തിന് മുൻപ് പന്നി ഒരു സ്കൂട്ടറിലും തട്ടിയിരുന്നു. ഭാഗ്യത്തിനാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് സ്കൂട്ടർ യാത്രക്കാരനായ ബിജീഷ് പറഞ്ഞു. പെട്ടെന്നാണ് സംഭവം പന്നി വരുന്നത്. അങ്ങനെ സ്പോട്ടിൽ വണ്ടി കിടിച്ചു. നമുക്ക് പറ്റിയില്ല, വണ്ടീൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് പോയി. വലിയ മലയിൽ കാട്ടുപന്നി കൂട്ടങ്ങളുണ്ടെന്നും രാത്രികാലങ്ങളിൽ പരിസര പ്രദേശങ്ങളിൽ പന്നിശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു. വൻതോതിൽ കൃഷിനാശവുമുണ്ട്. നാട്ടിലിറങ്ങുന്ന പന്നികളെ വനം വകുപ്പ് വെടിവെച്ച് കൊല്ലണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 വടകര. തിരൂരങ്ങാടി ചെറുമുക്ക് GMLP സ്കൂളിന്റെ 97ാം വാർഷികാഘോഷം സമാപിച്ചു. ചടങ്ങിൽ 36 വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന EP സൈതലവിയെ ആദരിച്ചു. നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് PK റൈഹാനത്ത് ഉദ്ഘാടനം ചെയ്തു. മാപ്പിളപ്പാട്ട് നിരൂപകൻ ഫൈസൽ എളേറ്റൽ മുഖ്യാതിഥിയായിരുന്നു. വയനാട് മേപ്പാടി കടൂരിൽ മരത്തിനു മുകളിൽ പുലി. വാഹനയാത്രക്കാരാണ് പുലിയെ കണ്ടത്. തേയിലത്തോട്ടങ്ങൾക്കടുത്താണ് പുലിയെ കണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി തെരച്ചിൽ തുടങ്ങി. നടൻ മോഹൻലാലിന്റെ ഊട്ടിയിലുള്ള ബംഗ്ലാവിന് സമീപത്തെ വീട്ടിൽ പുലി കയറി. ഇന്നലെ പുലർച്ചെയാണ് സംഭവം. മുൻപും ഈ മേഖലയിൽ പുലി ഇറങ്ങിയിരുന്നു. ഊട്ടി ലൗഡേൽ മേഖലയിൽ നടൻ മോഹൻലാലിന്റെ ബംഗ്ലാവിന് തൊട്ടടുത്ത വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയത്. വീടിന്റെ കാർപോർച്ചിലും മറ്റും പുലി ഏറെ നേരം തമ്പടിച്ചു. മുൻപും ഇതേ വീട്ടിൽ പുലി കയറിയിരുന്നു. ഇവിടുത്തെ വളർത്തുനായയെ അന്ന് പുലി പിടിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വനമേഖലയോട് ചേർന്ന പ്രദേശമാണെങ്കിലും ഏറെ നാളുകൾക്ക് ശേഷമാണ് പുലി ഇറങ്ങിയത്. ന്യൂസ് 18 പാലക്കാട്. വിദ്യാർത്ഥികളുടെ അപകടകരമായ വാഹനാഭ്യാസ പ്രകടനം വയനാട്ടിലും. വയനാട് കണിയാമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പനമരം ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് യാത്രയയപ്പ് ദിനത്തിൽ ബൈക്കുകളിലും കാറുകളിലും അഭ്യാസ പ്രകടനം നടത്തിയത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചു. യാത്രയയപ്പ് ദിനത്തിലാണ് വിദ്യാർത്ഥികൾ സ്കൂൾ കോമ്പൗണ്ടിൽ കാറുകളും ബൈക്കുകളുമായി അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വാഹനങ്ങൾ ഇരച്ചെത്തിയപ്പോൾ അധ്യാപകർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അമിത വേഗതയിലും അപകടമുണ്ടാക്കുന്ന തരത്തിലുമായിരുന്നു വിദ്യാർത്ഥികൾ വാഹനം ഓടിച്ചത്. വാഹനത്തിൽ കയറാവുന്നതിലധികം പേരെ കുത്തിനിറച്ചും പൊടി പറത്തിയും വിദ്യാർത്ഥികൾ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി CCTV ക്യാമറകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വീഡിയോകളും പരിശോധിച്ചു. അപകടകരമായി വാഹനമോടിച്ച വിദ്യാർത്ഥികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ കുട്ടികളുടെ തുടക്കത്തിൽ തന്നെ ഇത്തരം അഭ്യാസങ്ങൾ കുഴപ്പമില്ല എന്നൊരു ധാരണ വരികയാണെങ്കിൽ അവർ റോഡിലും ഇതേ അഭ്യാസം കാണിക്കും. അതുകൊണ്ട് തന്നെ ഇത് മുളയിലെ നുള്ളേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ എവിടെ ഉണ്ടായാലും ശക്തമായ നടപടി ഉണ്ടാകും. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ഹെവി ഫൈൻ ഇമ്പോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് വരും. നേരത്തെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരുന്നു. ന്യൂസ് 18 വയനാട്. വേനൽ കടുത്തു. കാസർഗോഡ് ജില്ല കടുത്ത വരൾച്ചയിലേക്ക്. പുഴകളെല്ലാം വറ്റിവരണ്ടു തുടങ്ങി. പുത്തികെ പുഴ പൂർണ്ണമായും വറ്റിവരണ്ടു. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജില്ല കടുത്ത ജലക്ഷാമത്തിലേക്കായിരിക്കും നീങ്ങുക. ഈ കാണുന്നത് മൺപാതയോ മൈതാനമോ അല്ല, ഒരു പുഴയാണ്. തുള്ളി വെള്ളം പോലും ഇല്ലാത്ത പുത്തികെ പുഴ.
കേരളത്തിന്റെ വടക്കേ അറ്റത്താണ്. വേനൽ തുടങ്ങിയപ്പോഴേ നിലച്ചു നീരൊഴുക്ക്. തീരമെല്ലാം കൃഷിയിടങ്ങളാണ്. ജനങ്ങളുടെ ജീവനാശ്രയവും കൃഷി തന്നെ. വറ്റിവരണ്ട ഈ പുഴയിൽ പലയിടത്തും ആഴത്തിൽ കുഴി കുഴിച്ച മോട്ടോർ ഉപയോഗിച്ച് വെള്ളമെടുത്താണ് ഇപ്പോൾ ഇവരൊക്കെ ജീവിക്കുന്നത്. കൃഷിക്ക് കുടിവെള്ളത്തിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇവിടെ ജലനിധി പദ്ധതി കഴിഞ്ഞ 2016 1946 ജലനിധി പദ്ധതി ഉണ്ട്. ഇത് കൂടുതലും പുഴേൻ്റെ ഇതാണ് ഉള്ളത്. കുറേ എല്ലാം നടക്കുന്നുണ്ട്, കുറേ ഉപയോഗപ്പെടാത്തതുമുണ്ട്. വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട്. കേരളത്തിലെ 44 നദികളിൽ 12 എണ്ണം ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. പുത്തികേപ്പുഴ മാത്രമല്ല, കുമ്പളപ്പുഴ, ഷിറിയപ്പുഴ, ഉപ്പള, പത്വാടി പുഴകളും വറ്റി. ചന്ദ്രഗിരി പുഴയിലും ജലനിരപ്പ് താഴ്ന്നു. വരാനിരിക്കുന്ന വലിയ വരൾച്ചയുടെ സൂചന മാത്രമാണ് ഈ കാഴ്ചകൾ. ന്യൂസ് 18 കാസർഗോഡ്. പഴയ മൂന്നാറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെയും ഡ്രെയിനേജിന്റെയും ഉദ്ഘാടനം മുൻ MLA AK മണി നിർവഹിച്ചു. 13 വാർഡിൽ 12 ലക്ഷം രൂപ മുടക്കിയാണ് പദ്ധതി പൂർത്തിയാക്കിയത്. DCC ജനറൽ സെക്രട്ടറി G മുനിയാണ്ടി, തങ്കരാജ്, ശശി എന്നിവർ പങ്കെടുത്തു. തിരുവമ്പാടി പുന്നക്കലിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. തിരുവമ്പാടി ഭാഗത്തു നിന്നും പുന്നക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലത്തിൽ നിന്നും പുഴയിലേക്ക് വീഴുകയായിരുന്നു. കൊടുവള്ളി സ്വദേശികളായ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. നിസ്സാര പരിക്കേറ്റ് ഇവരെ തിരുവമ്പാടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വഴിക്കടവ് പാലത്തിന് കൈവരികളില്ലാത്തതാണ് അപകടത്തിന് കാരണം. കാസർഗോഡ് പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് യുവാവിനെ തടഞ്ഞതായി പരാതി. കാഞ്ഞങ്ങാട് കടപ്പുറം സ്വദേശി പ്രിയേഷിനാണ് ദുരനുഭവം. സ്വന്തം ഇല്ലത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് ക്ഷേത്രാധികാരികളുടെ നടപടിയെന്നാണ് പ്രിയേഷിന്റെ ആരോപണം. എന്നാൽ സമുദായ തീരുമാനപ്രകാരമാണ് പ്രിയേഷിനെ മാറ്റി നിർത്തിയതെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം. അജാനൂർ ശ്രീകൂറുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ ബാലൻ കൂട്ടായിക്കാരന്റെ മരണാനന്തര ചടങ്ങുകളിൽ നിന്നാണ് മകൻ പ്രിയേഷിനെ മാറ്റി നിർത്തിയത്. തറവാട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പ്രിയേഷിന് പകരം ബാലന്റെ സഹോദരപുത്രനാണ് ചടങ്ങുകൾ നിർവഹിച്ചത്. സ്വന്തം ഇല്ലത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് ക്ഷേത്രാധികാരികളുടെ നടപടിയെന്ന് പ്രിയേഷ്. എനിക്കൊരു ചടങ്ങിലും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരേ ഇല്ലത്തിൽ കല്യാണം കഴിച്ചത്, അത് പ്രണയിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട്, അതായത് ഒരു ഇല്ലത്തിൽ കല്യാണം കഴിച്ചു വന്ന പേരിലാണ് എനിക്ക് വിലക്കുണ്ടായത്. അന്ന് ഞാൻ അതായത് ബോഡി കാണാൻ വന്ന സമയത്ത് അത് കുറച്ച് നേരം ഒരു മിനിറ്റ് പോലും എന്നെ അവിടെ നിർത്തിച്ചിട്ടില്ല, ഒന്ന് തൊടാൻ പോലും വിട്ടിട്ടില്ല. എന്നെ അവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി. ഇപ്പം നിരവധി ആൾക്കാരുണ്ട്, ഇതേ ഭ്രഷ്ട് കൽപ്പിച്ച കുറേ ആൾക്കാരുണ്ട്. അതായത് ആരും ഇങ്ങനെ മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. സമുദായാധികാരികളിൽ നിന്നും മകൻ നേരിടേണ്ടി വന്നത് മോശം അനുഭവമാണെന്ന് പ്രിയേഷിന്റെ കുടുംബം പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തിപരമായ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നാണ് ക്ഷേത്രമധികാരികളുടെ വാദം. വർഷങ്ങളായുള്ള ആചാരത്തിന്റെ ഭാഗമായാണ് പ്രിയേഷിനെ മാറ്റി നിർത്തിയതെന്ന് ക്ഷേത്രം സ്ഥാനികൻ പറയുന്നു. ഞങ്ങൾ നിയമത്തിൽ ഞാൻ പറഞ്ഞ 61 വയസ്സായിരിക്കുന്നുണ്ട്. അതിന് മുമ്പേ ഒരു തീരുമാനമാണ്. വേറെ ഒരു തീരുമാനം മുമ്പ് പിന്നെ അവരെ കുടുംബത്തിന് തന്നെ ഒരു മാറ്റി നിർത്തലുണ്ട്. ഇപ്പം അത് മാറ്റിക്കൊണ്ട് ആ ചെക്കനും പെണ്ണിനും മാത്രമേ ഇല്ല. അങ്ങനെ ഇല്ലത്തിൽ കഴിച്ചവർ അനവധി, ഒരു പെരലെണ്ണാൻ കഴിഞ്ഞ ഒരു 5-8 എണ്ണം ഉണ്ട്, മരിച്ചിട്ടുണ്ട്, നന്നാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നം ദൈവസഹായം ഇതുവരെ ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ പ്രിയേഷ് കാഞ്ഞങ്ങാട് പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 കാസർഗോഡ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി CPM പത്തനംതിട്ട നോർത്ത് ലോക്കൽ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ഒരു ദിവസം കൊണ്ട് 1000-ലേറെ ബിരിയാണി വിൽപ്പന നടത്തി 4 ലക്ഷത്തോളം രൂപയാണ് പ്രവർത്തകർ സമാഹരിച്ചത്. ഫണ്ട് സംഘാടക സമിതിക്ക് കൈമാറും. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം. മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് വടകര കൂട്ടങ്ങാരത്തെ അഷ്റഫ്. വീട്ടുപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും മിനിയേച്ചർ രൂപങ്ങളാണ് അഷ്റഫ് നിർമ്മിക്കുന്നത്. 1000-ലേറെ മിനിയേച്ചർ രൂപങ്ങൾ ഇതിനോടകം നിർമ്മിച്ചു. പോളിഷ് തൊഴിലാളിയാണ് വളപ്പിൽ അഷ്റഫ്. ഒഴിവു ദിവസങ്ങളിൽ മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിക്കുന്ന കലയിൽ ലയിച്ചിരിക്കും. ഭാവനയുടെ ഇഴചേർത്ത് നിർമ്മിച്ച രൂപങ്ങളുടെ എണ്ണം എത്രയെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. നിതാന്തമായ ഒരു സബരിയാണ് അഷ്റഫിന് ഈ കല. വരുമാനമൊന്നും ലഭിച്ചില്ലെങ്കിലും സംതൃപ്തനാണ്. സോഫയും അലമാരയും കസേരയും കട്ടിലുമൊക്കെയായി വീടിനകത്തുള്ളവയൊക്കെ ചെറു രൂപങ്ങളാക്കി മാറ്റി. മരത്തിനു പുറമെ ചിരട്ടയും ഉപയോഗിച്ചിട്ടുണ്ട്.
തേക്കിൻ്റെ കഷ്ണങ്ങൾ, വീട്ടിൻ്റെ കഷ്ണങ്ങൾ, അതെല്ലാം ഓരോ രൂപങ്ങളാക്കി എടുക്കും. അപ്പോൾ ചിലവരെല്ലാം ചോദിക്കും, അതിനെന്തേ ഭാഗം കണ്ടിട്ടുണ്ടാവും എന്ന് പറയും. ഒരു ചില ആൾക്കാരിൽ ഇതിന് എതിർപ്പുണ്ടായിരുന്നു, എന്നാ വല്ലാണ്ട് ഇൻസൾട്ടാക്കിയ ആളെല്ലാം അതിൽ ഇതുണ്ടാക്കി കൊണ്ടുപോയിട്ട് മറുപടി കൊടുക്കും ഞാൻ. നിർമ്മാണം തുടങ്ങിയാൽ മണിക്കൂറുകളോളം അതിൽ തന്നെയാവും. ഭക്ഷണം പോലും നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രം. അത്രയ്ക്കുണ്ട് കലയോടുള്ള ആത്മസമർപ്പണം. അങ്ങനെ നിർമ്മിച്ച രൂപങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് സമ്മാനമായി നൽകും. മയ്യന്നൂരിലെ വാടക വീട്ടിലാണ് ജീവിതം. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് തൊഴിലിന് പോകാൻ പ്രയാസമുണ്ട്. എങ്കിലും മിനിയേച്ചർ രൂപം ഉണ്ടാക്കുന്നതിൽ അഷ്റഫിന് വിശ്രമമില്ല. ന്യൂസ് 18 വടകര. അറിവിന്റെ ലോകത്ത് പ്രായവും ബന്ധവും തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കി പാമ്പാടുംപാറയിലെ ഒരു കുടുംബം. 3 തലമുറയിൽപ്പെട്ട കുടുംബാംഗങ്ങൾ ഒരുമിച്ചാണ് മലയാളത്തിന്റെ മധുരം നുകർന്നത്. പട്ന ലിഖ്ന സാക്ഷരതാ പദ്ധതിയിലൂടെ മലയാളം പഠിച്ച മൂവരും പരീക്ഷ എഴുതിയതും ഒരുമിച്ചാണ്. 62 വയസ്സുകാരിയാണ് പാമ്പാടുംപാറ പുതുക്കാട് സ്വദേശിനി പവനത്തായി. തോട്ടം തൊഴിലാളിയായ ഇവർ പതിറ്റാണ്ടുകളായി പാമ്പാടുംപാറയിലാണ് താമസം. ജോലിയും ജീവിതവും കേരളത്തിലാണെങ്കിലും തമിഴ് വംശജരായ ഇവർക്ക് മലയാളത്തിൽ പ്രാഥമിക പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല. പട്ന ലിഖ്ന അഭിയാൻ സാക്ഷരതാ പദ്ധതിയിലൂടെ മലയാളത്തെ നെഞ്ചോട് ചേർക്കുകയാണ് പവനത്തായി. 42കാരിയായ മകൾ സുഭലക്ഷ്മിയും പവനത്തായിക്കൊപ്പം ചേർന്നു. ഇത് കണ്ട സുഭലക്ഷ്മിയുടെ മകൻ വിഘ്നേഷ് കുമാറും വിട്ടില്ല. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ വിഘ്നേഷും ചേർന്നു അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പം സാക്ഷരതാ ക്ലാസ്സിൽ. ഞാനും എൻ്റെ മോനും കൂടെ പരീക്ഷ എഴുതാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ വസിച്ചിട്ട് നമുക്ക് മലയാളം അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു കിട്ടിയപ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്താൻ തയ്യാറായി വന്നതാണ്. സാക്ഷരതാ പരീക്ഷ എഴുതിയതും മൂവരും ഒരുമിച്ചാണ്. തോട്ടം തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച ക്ലാസുകളിൽ കൃത്യമായി മൂവരും പങ്കെടുത്തു. മലയാളം ഹൃദ്യസ്ഥമാക്കാൻ മത്സരിച്ചു. നല്ല വടിവൊത്ത കൈയക്ഷരത്തിൽ മലയാള അക്ഷരങ്ങൾ എഴുതാനും ശീലിച്ചു. മലയാളം പഠിച്ചതോടെ ഉയർന്ന ക്ലാസുകളിലേക്കുള്ള തുല്യതാ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കണമെന്ന ആഗ്രഹത്തിലാണ് പവനത്തായും സുഭലക്ഷ്മിയും. ഇവർക്ക് എല്ലാവിധ പിന്തുണയുമായി വിഘ്നേഷ് കുമാറും ഒപ്പമുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.